കടം കൊടുക്കും മുമ്പ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വ്യക്തിബന്ധങ്ങൾ നശിച്ചു പോവാനും നമ്മുടെ സമ്പാദ്യം ഇല്ലാതെയാവാനും അനാവശ്യമായി ഒരു നല്ല കാര്യം ചെയ്തു എന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കാനും സ്ട്രെസ് അടിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു കർമ്മമാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് കടം കൊടുക്കുക എന്നുള്ള പ്രോസസ്സ്. നമ്മളോട് ഒരുപാട് ആളുകൾ കടം ചോദിക്കാറുണ്ട്. കടം ചോദിക്കുന്ന പലർക്കും നമ്മൾ സഹായങ്ങളായിട്ട് തന്നെ കടം കൊടുക്കാറുമുണ്ട്. അവര് കുറച്ച് ദിവസത്തിനുള്ളിൽ തിരിച്ചു തരാമെന്ന് പറയാറുണ്ട്. ആ ദിവസങ്ങളിൽ വീണ്ടും കുറച്ച് ദിവസത്തിനുള്ളിൽ തരാമെന്ന് വീണ്ടും പറയാറുണ്ട്. ആ ദിവസങ്ങളിൽ വീണ്ടും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തരാമെന്ന് പറയാറുണ്ട്. അതായത് നമ്മൾ കടം കൊടുത്തതിന് ശേഷം നാളെ നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് ഈ കൊടുത്ത കടം തിരിച്ചു കിട്ടുക എന്നുള്ളത് വളരെ ചുരുക്കം കേസുകളിൽ മാത്രം നടക്കുന്ന ഒന്നാണ്. ഭൂരിപക്ഷം കേസിലും ഈ കടം കൊടുത്ത ആൾക്ക് ഒരു അനിവാര്യമായ പണത്തിന് അത്യാവശ്യമുള്ള ഒരു ഘട്ടം വരുമ്പോൾ ചോദിക്കണ സമയത്ത് അത് പലപ്പോഴും തിരിച്ചു കിട്ടാറില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. സമ്പന്നതയെ പറ്റി പഠിക്കുമ്പോൾ സമ്പന്നനാവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം സമ്പത്ത് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, കൃത്യമായി അതിനെ പ്രൊട്ടക്ട് ചെയ്യാനും കൂടെ പഠിച്ചിരിക്കണം. അതുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി ലെവലിൽ സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. കടം കൊടുക്കും മുമ്പ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്പർ 1, തിങ്ക് ട്വൈസ്. 2 വട്ടമെങ്കിലും ചിന്തിക്കുക. കാരണം ഈ പണം നമ്മൾ കൊടുത്തതിന് ശേഷം നാളെ ആ വ്യക്തി നമുക്കത് തരാതായാൽ ആ ബന്ധം ഇല്ലാതാകുമല്ലോ എന്ന സത്യത്തെ നമ്മൾ ആദ്യം തന്നെ ആലോചിക്കണം. മാത്രമല്ല നമ്മൾ ആ ഒരു പണം കൊടുക്കുന്ന ഒരുപക്ഷെ പല റിസ്ക്കും എടുത്തിട്ടായിരിക്കാം. ആ റിസ്ക് എടുത്ത് പണം കൊടുക്കുന്ന പ്രോസസ് നാളെ കൂടുതൽ റിസ്കിന് കാരണമായി തീരുമോ? നാളെ ആ ബന്ധമേ ഇല്ലാതാവാൻ അത് കാരണമായി മാറുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവനവനോട് തന്നെ പലതവണ ചോദിച്ചതിന് ശേഷം 2 വട്ടമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ചോദിച്ചതിന് ശേഷം വേണം പണം കൊടുക്കാൻ. പലപ്പോഴും നിങ്ങൾ സഹായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സഹായിക്കുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പണത്തിനായി വരുന്ന ചില വ്യക്തികളുണ്ട്. അവർ കടത്തിന്റെ ഒരു രൂപത്തിലായിരിക്കും നിങ്ങളുടെ അടുത്ത് വരണത്. എന്നിട്ട് നിങ്ങളെ പ്രഷറൈസ് ചെയ്ത് കളയും. പ്രഷറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു ഇൻഫ്ലുവൻസ്, ഒരുപക്ഷെ അവരുടെ ഇമോഷണൽ എക്സ്പ്രഷൻ കാണിച്ചായിരിക്കാം, അല്ലെങ്കിൽ അവർ ഉറപ്പായും തിരിച്ചു തരുന്നുള്ള ഒരു വാക്ക് പറഞ്ഞായിരിക്കാം. ഇത്തരത്തില് നിങ്ങളെ പ്രഷറൈസ് ചെയ്ത് നിങ്ങളുടെ അടുത്തുനിന്ന് കാശ് കടം വാങ്ങാൻ വരുന്ന ആളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിൽ കാശൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഒരാൾ വന്നിട്ട് അയാൾ നിങ്ങൾ കൊടുക്കാനുള്ള മനസ്സുള്ള ആളാണെന്ന് മനസ്സിലാക്കി നിങ്ങളെ നിർബന്ധിച്ച് ഒരുപക്ഷെ ലോൺ എടുപ്പിച്ച് കാശ് വാങ്ങിച്ചുകൊണ്ടും പോയെന്നിരിക്കാം. അപ്പൊ ഇത്തരത്തിൽ കാശ് കടം വാങ്ങിക്കുന്ന സാഹചര്യങ്ങളുള്ള കാലഘട്ടമായതുകൊണ്ട് തീർച്ചയായും 2 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം പണം കടം കൊടുക്കാൻ തയ്യാറാവുക. 2, ട്രീറ്റ് ഇറ്റ് ലൈക്ക് എ ഗിഫ്റ്റ്, നോട്ട് ആസ് ലോൺ. അങ്ങനെ നിങ്ങൾ പണം കൊടുത്താൽ അതൊരു ഗിഫ്റ്റ് കൊടുത്തതായിട്ട് ചിന്തിക്കാവൂ, ലോൺ അല്ലെങ്കിൽ കടം കൊടുത്തതായി ചിന്തിക്കരുത്. കാരണം കടം കൊടുത്തായിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടേണ്ട സമയത്ത് തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ അവർ പറഞ്ഞ സമയത്ത് തിരിച്ചു തരണം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് പറഞ്ഞ സമയത്ത് തിരിച്ചു കിട്ടണം. ഇത് കിട്ടില്ല എന്നുള്ള കാര്യം ഭൂരിപക്ഷം കേസിന് സംഭവിക്കുന്നതുകൊണ്ട് നമ്മൾ ആ ദിവസം കിട്ടാതെ വരുമ്പോൾ ഈ വ്യക്തിയായിട്ട് ഒരു പിണക്കത്തിന് അത് കാരണമായി മാറും. നമ്മൾ അനാവശ്യമായി കണ്ടമാനം സ്ട്രെസ് അടിക്കേണ്ടി വരും. അതേസമയം നമ്മൾ ഈ കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു ഗിഫ്റ്റ് പോലെ നമ്മുടെ കയ്യിൽ നിന്ന് ആ പണം പോയാലും നമ്മുടെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു എമൗണ്ട് ആണെങ്കിൽ മാത്രം കൊടുക്കുക. അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തതിന് ശേഷം നാളെ ബുദ്ധിമുട്ട് അനുഭവിക്കാനുള്ള ആ ഒരു മനസ്സ് കാണിക്കുക. അപ്പൊ കൃത്യമായ രീതിയിൽ ഇങ്ങനെ നമ്മളൊരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ ദാനമായിട്ട് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അത് തിരിച്ച് പ്രതീക്ഷിക്കില്ല. പക്ഷെ കടമായ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അത് തിരിച്ച് പ്രതീക്ഷിക്കും. നമ്മൾ ദാനമായി കൊടുത്താൽ കുഴപ്പമില്ല, ധൈര്യമായി എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ കടം കൊടുക്കുമ്പോൾ കൃത്യമായി ആലോചിച്ച് ആ വ്യക്തിയുടെ ഇന്റൻഷൻ, എന്ത് ഇന്റൻഷൻ ആ വ്യക്തി ആ പണം വാങ്ങുന്നത് ഇത് മനസ്സിലാക്കി മാത്രമേ കൊടുക്കാവുള്ളൂ. കാരണം അയാളുടെ ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കണം. പല സ്ഥലങ്ങളിൽ ഇതുപോലെ കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കുന്ന കടം തിരിച്ചു കിട്ടില്ല. ഇറ്റ്സ് ഒബ്വിയസ്. നിങ്ങൾക്ക് അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് ആ അനുഭവം എന്ന വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്ന അർത്ഥം വരുന്ന രീതിയിൽ NA എന്ന വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. 3, ഡോണ്ട് കോംപ്രമൈസ് യുവർ നീഡ്സ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ധാരാളം ആവശ്യങ്ങളുണ്ട്, അത്യാവശ്യങ്ങളുണ്ട്. പക്ഷെ ഒരു വ്യക്തി വന്ന് കടം ചോദിക്കുമ്പോൾ നിങ്ങളുടെ മാനുഷിക മൂല്യം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ആ വ്യക്തിയെ സഹായിക്കും. ആ വ്യക്തിയെ സഹായിച്ചു കഴിയുമ്പോൾ ആക്ച്വലി നിങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ്. അത് അവനവനെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാളെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കരുത്. അവനവനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ള ആളുകളെ രക്ഷപ്പെടുത്തുന്നതിൽ തെറ്റില്ല. പക്ഷെ അവനവന്റെ കാര്യങ്ങൾ മാറ്റിവെച്ച് സ്വയം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് മറ്റൊരാളെ രക്ഷപ്പെടുത്താനായിട്ട് ഇറങ്ങരുത്. കാരണം അത് അബദ്ധമായി മുൻപോട്ടുള്ള യാത്രയിൽ നമുക്ക് തിരിച്ചറിവുണ്ടാവും. അതല്ല, അങ്ങനെ ജീവിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഓക്കെ, സമ്പന്നനായി മുൻപോട്ട് പോകണം എന്ന ഉത്തമമായ ഒരു ആഗ്രഹമുള്ള വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി
നമ്മുടെ ആവശ്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി അവിടെ കടം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നാളെ നിങ്ങൾ ഇതിന്റെ പേരിൽ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും നാളെ അർഹതപ്പെട്ട പലരെയും സഹായിക്കാനുള്ള കപ്പാസിറ്റി പോലും ഇല്ലാതാവുകയും ചെയ്യും. 4, സേ നോ വിത്തൗട്ട് ഗിൽറ്റ്. പലപ്പോഴും ഒരാൾ കടം ചോദിക്കുന്ന സമയത്ത് അയാളോട് എങ്ങനെയാ നോ പറയണേ? നോ പറയണ മോശമല്ലേ? അയാൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടായോണ്ടല്ലേ അയാൾ ചോദിക്കണേ? ഇതൊക്കെ ആയിരിക്കും നമുക്കുള്ള തോട്ട് പ്രോസസ്. പക്ഷേ അവിടെ നമ്മൾ ആ കടം കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടില്ല എന്ന് നമുക്കറിയാം. അതല്ലെങ്കിൽ ആ കടം കൊടുക്കുന്നതോടുകൂടി നമ്മളുടെ നിലവിലത്തെ സാഹചര്യത്തിൽ ആ എമൗണ്ട് നമ്മളെ അഫക്ട് ചെയ്യുന്നതാണ് നമുക്കറിയാം. അപ്പോൾ വലിയൊരു പ്രശ്നത്തെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ആളെ എന്നുള്ള തിരിച്ചറിവോടുകൂടി ഈ ചെറിയ പ്രശ്നമാവുന്ന നോ പറയാൻ തയ്യാറാവണം. അത് പൊളൈറ്റായ രീതിയിൽ പറഞ്ഞാൽ മതി. ഇപ്പൊ താങ്കളെ സഹായിക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ല ഞാൻ എന്ന് പറഞ്ഞാൽ മതി. ആ ഒരു നോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ഒരു നോയ്ക്ക് വലിയ വിലയുണ്ട്. ആ നോ പറഞ്ഞില്ലെങ്കിൽ നാളെ ഒരുപാട് പ്രഷറും ഒരുപാട് ബുദ്ധിമുട്ടുകളും ആ വ്യക്തിബന്ധമൊക്കെ ഇല്ലാണ്ടാവാൻ അത് കാരണമായി മാറുന്നതാണ്. കൃത്യമായി കടം കൊടുത്ത് തിരിച്ചു തരുന്ന ആളുകളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഭൂരിപക്ഷവും ഈ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഒരുപാട് ആളുകളുടെ അനുഭവം എങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ സംസാരിക്കുന്നത്. കൃത്യമായ രീതിയിൽ നോ പറയേണ്ടിടത്ത് നോ പറയാനായി നമ്മൾ തയ്യാറാവുക. 5, ലേൺ ഫ്രം പാസ്റ്റ് മിസ്റ്റേക്സ്. പണ്ട് നമ്മൾ കടം കൊടുത്തിട്ടുണ്ട്. ആ കടം കൊടുത്ത സമയത്ത് നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയും ആ വ്യക്തികളോട് ദേഷ്യം വെക്കുകയും ചെയ്യണമെന്നല്ല ഞാൻ പറയണം. മറിച്ച് ആ സിറ്റുവേഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി ഒരാൾ ചോദിക്കുന്ന സമയത്ത് ഈ മുന്നിലുള്ള അനുഭവം നമുക്ക് കൃത്യമായ ഒരു ഇൻസൈറ്റ് തന്നു കഴിഞ്ഞു. ആ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇനി വേണ്ട നടപടി ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. കാരണം അന്ന് കിട്ടിയ അനുഭവം ഇനിയുള്ള ജീവിതത്തെ ജീവിക്കാനായി കിട്ടിയ ഒരു പാഠമാണ്. ആ പാഠത്തെ തള്ളിക്കളയരുത്. കാരണം ആ പാഠം തന്നെ പിന്നെ റിപ്പീറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് അർത്ഥം. അപ്പൊ കൃത്യമായി ആ മിസ്റ്റേക്കിൽ നിന്ന് പഠിച്ച് അത് തിരുത്തി വേണം ഇനി മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനായി. 6, ഹെൽപ്പ് ഇൻ അതർ വേസ്. ഒരു വ്യക്തിയെ പണം കൊടുത്ത് മാത്രമല്ല നമുക്ക് സഹായിക്കാൻ കഴിയുന്നത്. നമ്മുടെ കയ്യിൽ ധാരാളം പണം ഉണ്ടെങ്കിൽ പണം കൊടുത്ത് സഹായിക്കുന്നതിൽ തെറ്റില്ല. പണം ഇല്ലാത്ത സാഹചര്യത്തിൽ ആ പണം എടുത്ത് കടം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് നാളെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. മറ്റു രീതികളിൽ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആ വ്യക്തിക്ക് കടം ചോദിച്ചു വന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് ഒരു ജോലി ചെയ്യാനുള്ള അവസരം കൊടുക്കാം. ആ ജോലി ചെയ്യാനുള്ള അവസരം കൊടുത്ത് ആ ജോലിയുടെ കൂലിയായിട്ടൊരു വരുമാനം കൊടുക്കാം. അതല്ലെങ്കിൽ ആ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മറ്റെന്തെങ്കിലും ഒരു അസറ്റ് വെച്ചുകൊണ്ട് ലോൺ എടുക്കാനുള്ള സംവിധാനം നമ്മുടെ പരിചയങ്ങളിൽ നിന്നും കണക്ട് ചെയ്ത് കൊടുക്കാം. അത്തരത്തിലൊക്കെ നിങ്ങൾക്ക് സഹായിക്കാം. പക്ഷെ പണമായി കൊടുത്താൽ നിങ്ങൾക്ക് വേണ്ട സമയത്ത് തിരിച്ച് കിട്ടണം എന്ന് ശാഠ്യം പിടിച്ചുകൊണ്ട് കൊടുക്കുന്നത് നാളെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവാനും നിങ്ങളുടെ സ്ട്രെസ് കൂടാനും ആ ബന്ധമില്ലാതാവാനും ഒക്കെ ആയിരിക്കും കാരണമായി മാറുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് യോജിക്കുന്നത്, എന്ത് അനുഭവമാണ് നിങ്ങൾക്ക് ഉണ്ടായെന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. സമ്പത്ത് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, സമ്പന്നനാവണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അത് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഒരു ബൗണ്ടറി വെച്ച് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കൂടി പഠിക്കണം. ആരെയും സഹായിക്കാതെ എല്ലാം കൂട്ടി വെക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ കടത്തിന്റെ പേരിൽ നമ്മളത് കൊടുത്തിട്ട് നാളെ നമുക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരരുത്. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. 1, 2 വട്ടം ചിന്തിക്കുക. 2, ട്രീറ്റ് ഇറ്റ് ആസ് എ ഗിഫ്റ്റ്, നോട്ട് ആസ് എ ലോൺ. നമ്മളൊരു സമ്മാനമായിട്ട് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരാൾക്ക് കൊടുക്കുന്നതായിട്ട് ചിന്തിച്ച് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കൊടുക്കുക. അതിനപ്പുറം കൊടുത്താൽ നാളെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാനുള്ള ഒരു മനസ്സും കൂടെ ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. 3, ഡോണ്ട് കോംപ്രമൈസ് യുവർ നീഡ്സ്. നിങ്ങളുടെ ആവശ്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരാളെ സഹായിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ ദ്രോഹിച്ചുകൊണ്ടാണ് മറ്റൊരാളെ സഹായിക്കുന്നതെന്ന് തിരിച്ചറിയുക. സേ നോ വിത്തൗട്ട് ഗിൽറ്റ്. നോ പറയേണ്ട സാഹചര്യത്തിൽ നോ പറയുക. നോ പറയാൻ പറ്റാത്തതുകൊണ്ട് എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്തത് കൊടുത്ത് അതിന്റെ ബുദ്ധിമുട്ടുകൾ കൂടി അനുഭവിക്കേണ്ടി വരരുത്. ലേൺ ഫ്രം പാസ്റ്റ് മിസ്റ്റേക്സ്. പണ്ടുണ്ടായ അനുഭവങ്ങളിൽ നിന്നുള്ള പാഠം എടുത്തുകൊണ്ട് വേണം ഇനി മുൻപോട്ടുള്ള മൂവ്മെന്റ്. ഹെൽപ്പ് ഇൻ അതർ വേസ്. മറ്റേതെങ്കിലും രീതിയിൽ സഹായിക്കാൻ കഴിയുമെങ്കിൽ ആ സഹായിക്കാനുള്ള ഓപ്ഷൻ തള്ളിക്കളയേണ്ട. ആ രീതിയിലുള്ള സഹായം ചെയ്തു കൊടുക്കാൻ വില്ലിങ്നെസ് കാണിക്കുകയും ചെയ്യുക. കൃത്യമായി ജീവിതത്തിൽ സമ്പാദിക്കുകയും സമ്പത്ത് പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു നിലപാട് വേണം എടുക്കാൻ. ആരെ സഹായിക്കരുത് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും സഹായിക്കാം. പക്ഷെ നിങ്ങളുടെ നിലനിൽപ്പിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലാവരുത് ആ സഹായം എന്ന് മാത്രം. കൃത്യമായി ജീവിതത്തിൽ ഒരു സ്വപ്നത്തെ ഗോളാക്കി മാറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം കൈവരിക്കാൻ നിങ്ങൾക്കുള്ളിൽ തട്ടിയ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ സഹായിക്കുന്ന ഒരു മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. 999 ആണ് അതിന്റെ പ്രൈസ് വരുന്നത്. ബേസിക് ആയിട്ട് ഗോൾ സെറ്റിംഗിന്റെ കാര്യങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ബേസിക് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് ഉണ്ട്. ആ ഫ്രെയിംവർക്കും നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അതിന് 99 റുപ്പീസ് ആണ് പ്രൈസ് വരുന്നത്. താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതേപോലുള്ള വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK signing off.